ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു മിനി വ്ലോഗ് ആയാലോ. അപ്പം അനിയൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും മോളും അനിയനും കൂടെ നമ്മൾ ടൗണിലേക്ക് പോവാണ്. അപ്പം അമ്മ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതുമൊക്കെ വാങ്ങി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. ടൈം 6:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ വേഗം ഇരുട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്, വണ്ടി എടുത്തില്ല. കാരണം അമ്മ പിന്നെ വണ്ടിയിൽ പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല. പിന്നെ അമ്മ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഓട്ടോയിലൊക്കെ വരണ്ടേന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ പലചരക്കടയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലിസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക. കാരണം അവിടെ പോയി പറയുന്ന സമയത്ത് 1-2 സാധനങ്ങളൊക്കെ വിട്ടു പോകും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ലിസ്റ്റ് ഇട്ടിട്ട് പോവാറാണ് പതിവ്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരെ ആലത്തൂർ ദയാ ഹോട്ടലിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വെടിക്ക് 1, 2, 5, 6 പക്ഷികളാണ് കേട്ടോ. ഒരു പോക്കിന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുല്ലോ. അപ്പം നമ്മൾ നേരെ പിന്നെ അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞാനും അനിയനും പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു. അമ്മ പിന്നെ നോൺ വെജ് കൂട്ടാത്തതുകൊണ്ട് തന്നെ അമ്മ നെയ്റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ടയൊക്കെ. പിന്നെ മോൾക്ക് പൊറോട്ടയിൽ കുറച്ച് പിച്ചിട്ട് കൊടുത്തു കേട്ടോ. അവൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേറ്റിൽ കൂടുതൽ പൊറോട്ട മൈദയല്ലേ രാത്രിയൊക്കെ ദഹിച്ചില്ലെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ അമ്മ നെയ്യ് റോസ്റ്റ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബില്ല് പേ ഒക്കെ ചെയ്തിട്ട് പിന്നെ പച്ചക്കറിയും വാങ്ങാനായിട്ട് വന്നു. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നെ മോൾക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും വാങ്ങി. അതിന് കഴിഞ്ഞതിന് ശേഷം ബേക്കറിയിൽ വന്നു. മോൾക്കും അനിയനും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം ഞാനിങ്ങനെ സ്വീറ്റ് കണ്ടപ്പോൾ സ്വീറ്റൊക്കെ കഴിക്കാൻ കൊതിയായിട്ട്. പക്ഷേ സ്വീറ്റ് പരമാവധി ഇപ്പോൾ കമ്മിയാക്കുന്നുണ്ട്, പഞ്ചസാരയും ഒക്കെ. അപ്പോൾ നമ്മൾ അതങ്ങ് വിട്ടുപിടിച്ചു. എന്നിട്ട് 7up വാങ്ങിയിട്ട്, കാരണം പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് 7up കുടിക്കാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത്. കാരണം 5-6 കടകളിൽ കയറിയതുകൊണ്ട് ഏതെങ്കിലും മറന്നു വെച്ചിട്ട് വരാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ പോയി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.